ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ റിഗർ ട്രെയിനി എന്ന പോസ്റ്റിലേക്കായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 8ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് എടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത് ഡിസംബർ 10, 2024 ഓൺലൈൻ വഴിയാണ് ഈ പോസ്റ്റിലേക്കൊക്കെയുള്ള അപേക്ഷകൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നെയിം ഓഫ് ഡിസിപ്ലിൻ ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യം പറയുന്നുണ്ട്. റിഗർ ട്രെയിനി എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് 8ാം ക്ലാസ് പാസ്സാണ്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രാജുവേഷൻ ഉണ്ടാകാൻ പാടില്ല, ഡിപ്ലോമ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളവർക്കൊന്നും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. മിനിമം 18 വയസ്സും മാക്സിമം 23 വയസ്സുമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഡിസംബർ 31, 2024 കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കാൻഡിഡേറ്റ്സ് ജനുവരി 1, 2002 ജനുവരി 1, 2007 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിനാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ 2 ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. OBC വിഭാഗക്കാർക്ക് 3 വർഷവും SC/ST വിഭാഗക്കാർക്ക് 5 വർഷവുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ഡിസംബർ 10, 2024 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 31 ഡിസംബർ 2024 പറഞ്ഞിട്ടുള്ളത്. പിന്നെ എത്ര വേക്കൻസികളുണ്ട് അതിൻ്റെ സ്പ്ലിറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. UR സെക്ഷൻ 13, OBC 3, SC 2, EWS 2, അങ്ങനെ ടോട്ടൽ 20 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ട്രെയിനിങ് പീരീഡിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. 2 വർഷത്തെ ട്രെയിനിങ് പീരീഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ട്രെയിനിങ് പീരീഡിനുള്ള സാലറിയും കാര്യങ്ങളൊക്കെ സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ വർഷം 6000 പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വർഷം അത് 7000 ആക്കി മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാക്ട് ബേസിലുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ സാലറി സ്കെയിലും പറയുന്നുണ്ട്. ആദ്യത്തെ വർഷത്തിൽ 22,100 പറഞ്ഞിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ഹവേഴ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 5530 കിട്ടും. സെക്കൻഡ് ഇയറിൽ അത് 22,800 ആവും. 5700 ആയിരിക്കും കോമ്പൻസേഷൻ, അതായത് എക്സ്ട്രാ ഹവേഴ്സൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. മൂന്നാമത്തെ വർഷം 3400 5850 രൂപയാണ് എക്സ്ട്രാ ഹവേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെത്തേഡ് ഓഫ് സെലക്ഷൻ പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ബേസിസിലായിരിക്കും. അതായത് 100 മാർക്കാണ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുകയെന്ന് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയയൊക്കെ മീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സ്ക്രൂട്ടിനി ചെയ്തിട്ട് ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കുമെന്നാണ് സ്ക്രൂട്ടിനി ചെയ്തിട്ട് ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. അപ്പോൾ അത് നമ്മൾ പോകുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏജ്, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തരുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ SC/ST വിഭാഗക്കാർ, OBC വിഭാഗക്കാരൊക്കെ നമ്മുടെ നോൺ ക്രീമി സർട്ടിഫിക്കറ്റ്സും ഹാജരാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് കഴിഞ്ഞവർക്ക് മാത്രമേ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അവർക്കൊരു റിട്ടൺ ടെസ്റ്റും, അതായത് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ആവശ്യമായ മാർക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. EWS കാൻഡിഡേറ്റ്സും അതായത് 50 മാർക്കാണ്. OBC വിഭാഗക്കാർക്ക് 45 മാർക്കാണ്. SC വിഭാഗക്കാർക്ക് 40 മാർക്കാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.cochinshipyard.in പോയിട്ട് കരിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ CS അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പ്രൊസീഡ് ആയി പോകും. അവിടെ 2 ഫേസ് വരുന്നത്. 1 ടൈം രജിസ്ട്രേഷനും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷനും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്ത് ചെയ്യേണ്ടത്. പിന്നെ ഇൻകംപ്ലീറ്റ് ആയ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇതെങ്കിൽ അത് റിജക്റ്റ് ചെയ്ത് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് 8ാം ക്ലാസ് പാസ്സാവണം. പക്ഷേ ഗ്രാജുവേറ്റ്സിനോ ഡിപ്ലോമ ഹോൾഡേഴ്സിനോ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.